രാജീവ് ജോസഫും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് പാർട്ടിയും എന്ന പരമ്പരയുടെ 7ാം ഭാഗത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഗൾഫ് ടുഡേ ഇംഗ്ലീഷ് പത്രത്തിന്റെ ചീഫ് എഡിറ്ററായി PV വിവേകാനന്ദ് ഷാർജയിലെത്തിയതോടെ പുസ്തക ലോകത്തെ ജീവിതത്തിനൊപ്പം മാധ്യമരംഗത്തും ചുവടുറപ്പിക്കാൻ രാജീവ് ജോസഫ് തീരുമാനിച്ചു. ചെറുപ്പം മുതലേ പത്രപ്രവർത്തന മേഖലയിൽ പരിചയമുള്ള രാജീവ് ജോസഫിന്റെ അസാധാരണ ധൈര്യവും സാഹസിക പ്രവർത്തനങ്ങളും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് പറ്റിയതാണെന്ന് PV വിവേകാനന്ദ് തിരിച്ചറിഞ്ഞു. ഗൾഫ് ടുഡേയിൽ റിപ്പോർട്ടർ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് വിവേകാനന്ദ് പലതവണ രാജീവ് ജോസഫിനോട് പറഞ്ഞെങ്കിലും തന്റെ ലൈബ്രറി പ്രൊജക്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുവാൻ രാജീവ് ജോസഫ് തയ്യാറായില്ല. അതിന് കാരണം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിന് വേണ്ടിയായിരുന്നു 1985 മുതൽ രാജീവ് ജോസഫ് സമയം ചെലവഴിച്ചിരുന്നത്. ഈ ലക്ഷ്യം നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രമാണ് ബുക്ക് ഷോപ്പുകളിൽ മാത്രം വർഷങ്ങളായി രാജീവ് ജോലി ചെയ്തിരുന്നത്. രാജീവ് ജോസഫിന്റെ 58 വർഷത്തെ ജീവിതത്തിനിടയിൽ പുസ്തക ലോകത്തല്ലാതെ മറ്റൊരിടത്തും സ്ഥിരമായി അദ്ദേഹം ജോലി ചെയ്തിട്ടില്ല. രാജീവ് ജോസഫിന്റെ ലൈബ്രറി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും മാധ്യമ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാത്ത ചിലരൊക്കെ കഴിഞ്ഞ 5 എപ്പിസോഡുകൾ കണ്ട ശേഷം ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങളെക്കുറിച്ച് ഈ എപ്പിസോഡിൽ വിശദീകരിക്കാം. ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇംഗ്ലീഷ് പത്രത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്ന G. ജയനാണ് എഴുത്തിലേക്കും പത്രപ്രവർത്തന രംഗത്തേക്കും രാജീവ് ജോസഫിനെ കൈപിടിച്ചുയർത്തിയത്. 1988 മുതൽ 90 വരെയുള്ള 2.5 വർഷക്കാലം G. ജയനോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടാണ് എഴുത്തിന്റെ വഴികളിലേക്ക് രാജീവ് ജോസഫ് നടന്നു കയറിയത്. ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ അടക്കം ഇന്ത്യയിലെ പല നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരനായിരുന്ന ജോസഫ് ഇടമറുകിന്റെ പുസ്തക പ്രസിദ്ധീകരണ ജോലികളും G. ജയൻ ചെയ്യുന്നുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ വിശ്വപ്രസിദ്ധരായ നിരീശ്വരവാദികളുടെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോലിയായിരുന്നു ജോസഫ് ഇടമറുകിന് വേണ്ടി G. ജയൻ ചെയ്തിരുന്നത്. എല്ലാ ദിവസവും ഹിന്ദുസ്ഥാൻ ടൈംസിലെ ജോലിക്ക് ശേഷം കൊണാട്ട് പ്ലേസിലെ NDMC കോഫി ഹോമിലിരുന്ന് G. ജയൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ച് മലയാളത്തിൽ പറയുമ്പോൾ അത് മലയാളത്തിൽ എഴുതുന്ന ജോലിയായിരുന്നു 2.5 വർഷക്കാലം രാജീവ് ചെയ്തത്. രാജീവ് എഴുതിക്കൊണ്ടിരുന്ന മലയാളത്തിലെ സ്ക്രിപ്റ്റിൽ യാതൊരുവിധ തെറ്റുമുണ്ടാകില്ലെന്ന് ഉറപ്പുള്ളതിനാൽ ഒരിക്കൽ പോലും G. ജയൻ വായിച്ചു നോക്കാതെയാണ് ഇടമറുകിന്റെ പ്രസിദ്ധീകരണശാലയിലേക്ക് സ്ക്രിപ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. തുച്ഛമായ ദിവസക്കൂലിക്കായിരുന്നു G. ജയനോടൊപ്പം രാജീവ് ജോലി ചെയ്തത്. ഒരു ദിവസം പണിയില്ലെങ്കിൽ അന്ന് പട്ടിണിയാകുന്ന അവസ്ഥയായിരുന്നു രാജീവിന്. ഡൽഹിയിലെത്തിയ കാലം മുതൽ ജോസഫ് ഇടമറുകിനെ കാണുവാൻ രാജീവ് ജോസഫ് ശ്രമിച്ചിരുന്നുവെങ്കിലും കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ജോസഫ് ഇടമറുകിനെ കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു G. ജയനോടൊപ്പം ജോലി ചെയ്യുവാൻ രാജീവ് തീരുമാനിച്ചത്. അവസാനം സാക്ഷാൽ ജോസഫ് ഇടമറുകിനെ രാജീവ് ജോസഫ് നേരിൽ കണ്ടു. രാജീവ് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ജോസഫ് ഇടമറുക് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അന്തം വിട്ടുനിന്ന G. ജയൻ പിന്നെ കണ്ടത് രാജീവിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന ജോസഫ് ഇടമറുകിനെയായിരുന്നു. രാജീവ് ജോസഫിന്റെ പിതാവ് AK ജോസഫിന്റെയും അമ്മ ചിന്നമ്മയുടെയും രജിസ്റ്റർ വിവാഹത്തിന്റെ സാക്ഷിയായിരുന്നു ജോസഫ് ഇടമറുക്. AK ജോസഫിന്റെയും ചിന്നമ്മയുടെയും വിവാഹം രണ്ടുപേരുടെയും വീട്ടുകാർ എതിർത്തപ്പോൾ ഇവരുടെ വിവാഹത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ജോസഫ് ഇടമറുകായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസത്തോളം ജോസഫും ചിന്നമ്മയും താമസിച്ചത് ഇടമറുകിന്റെ വീട്ടിലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ജോസഫിന്റെയും ചിന്നമ്മയുടെയും മൂത്ത മകനായ രാജീവ് ജോസഫിന്റെ ജന്മം സാക്ഷാൽ ജോസഫ് ഇടമറുകിന്റെ വീട്ടിലായിരുന്നു. 1968 ജനുവരി 29 കോട്ടയം ജില്ലയിലെ വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിലാണ് രാജീവ് ജോസഫ് ജനിച്ചത്. അന്ന് രാജീവിനെ കണ്ട ശേഷം പിന്നീട് രാജീവിനെ ഇടമറുക് കാണുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം G. ജയനോടൊപ്പമാണ്. ഇടമറുകിനെ കണ്ടുമുട്ടിയതോടെ രാജീവിന്റെ സാമ്പത്തിക നിലയും അല്പം മെച്ചപ്പെട്ടു. രാജീവിന് ജോലി കൊടുക്കുവാൻ വേണ്ടി നിരവധി പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുവാൻ G. ജയന് ലഭിച്ചു. ഡൽഹിയിലെ നിരവധി മാധ്യമ പ്രവർത്തകരെയും പുസ്തക പ്രസാധകരെയും പരിചയപ്പെടുവാൻ ഇടമറുകുമായുള്ള ബന്ധം രാജീവ് ജോസഫിന് ഉപകാരപ്പെട്ടു. 1996 രാജീവ് തുടക്കം കുറിച്ച ഇന്റർനാഷണൽ പബ്ലിക് ലൈബ്രറിയിലേക്ക് 100-ലധികം പുസ്തകങ്ങൾ ജോസഫ് ഇടമറുക് സംഭാവന ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ജോസഫ് ഇടമറുകിന്റെ മകൻ സനൽ ഇടമറുകും രാജീവ് ജോസഫിന്റെ വയനാട്ടിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന് വേണ്ടി പല സഹായങ്ങളും ചെയ്തു കൊടുത്തു. 1991 മംഗളം ദിനപത്രത്തിന്റെ കോഴിക്കോട് എഡിഷൻ ആരംഭിച്ച ദിവസം മുതൽ 2 വർഷത്തോളം മംഗളം പത്രത്തിൽ പ്രാദേശിക ലേഖകനായി രാജീവ് ജോസഫ് ജോലി ചെയ്തു.
ഈ കാലഘട്ടത്തിൽ രാജീവ് ജോസഫ് കൊടുത്ത ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുവാൻ മംഗളം പത്രത്തിന്റെ മാനേജ്മെന്റ് ഭയപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധിയുടെ മരണവും മുരളി മനോഹർ ജോഷിയുടെ ഏക്താ യാത്രയും എന്ന തലക്കെട്ടിൽ ഭോപ്പാലിൽ നിന്നും രാജീവ് ജോസഫ് തയ്യാറാക്കിയ ലേഖനം പബ്ലിഷ് ചെയ്യുവാൻ മംഗളം പത്രം തയ്യാറായില്ല. വിവാദമുണ്ടാകുവാൻ സാധ്യതയുള്ള രാജീവ് ജോസഫിന്റെ പല വാർത്തകളും മംഗളം പത്രം പ്രസിദ്ധീകരിക്കാതെ വന്നപ്പോൾ മംഗളത്തിലെ ജോലി രാജീവ് ജോസഫ് ഉപേക്ഷിക്കുകയായിരുന്നു. 1991 മെയ് 21 ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടെന്ന വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ രാജീവ് ജോസഫിനെ അലട്ടിയിരുന്നു. 200-ലധികം തവണ രാജീവ് ഗാന്ധിയെ രാജീവ് ജോസഫ് നേരിൽ കണ്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി സംവിധാനം ശരിയല്ലെന്ന് പലപ്പോഴും രാജീവ് ജോസഫിന് തോന്നിയിരുന്നു. രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നടന്ന പല അന്വേഷണ റിപ്പോർട്ടുകളും തെറ്റാണെന്നാണ് ഇപ്പോഴും രാജീവ് ജോസഫ് വിശ്വസിക്കുന്നത്. രാജീവ് ഗാന്ധിയെ വധിക്കുവാൻ ബെൽറ്റ് ബോംബുമായി എത്തിയ തനുവും പിസ്റ്റളുമായി പത്രപ്രവർത്തകന്റെ വേഷത്തിലെത്തിയ ശിവരശനും മറ്റ് തമിഴ് പുലികളുമൊക്കെ കനത്ത പോലീസിന്റെ സെക്യൂരിറ്റി വലയം ഭേദിച്ച് കോൺഗ്രസ് സമ്മേളന വേദിയിൽ കയറിക്കൂടിയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുവാൻ ഒരു പത്രപ്രവർത്തകനെന്ന നിലയിൽ രാജീവ് ജോസഫ് തീരുമാനിച്ചു. അതിന് പ്രധാന കാരണം രാജീവ് ഗാന്ധി വധത്തിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്ന വാർത്തകൾ രാജീവ് ജോസഫിനെ അമ്പരപ്പിച്ചിരുന്നു. ബോംബ് സ്ഫോടനം നടത്തിയ ശേഷം ശിവരശനും കൂട്ടാളികളും ഒടുവിൽ പോയപ്പോൾ വലിയൊരു അന്വേഷണ ദൗത്യവുമായി രാജീവ് ജോസഫും കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങൾ താണ്ടി 1991 ഓഗസ്റ്റ് ആദ്യവാരം രാജീവ് ജോസഫ് ഭോപ്പാലിലെത്തി. രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് രാജീവ് ജോസഫ് അന്വേഷണം നടത്തിയത് പ്രധാനമായും ഭോപ്പാൽ കേന്ദ്രീകരിച്ചായിരുന്നു. അതിന് കാരണം അക്കാലത്തെ BJP ദേശീയ അധ്യക്ഷൻ ഡോക്ടർ മുരളി മനോഹർ ജോഷി കന്യാകുമാരിയിൽ നിന്നും കശ്മീരിലേക്ക് നയിച്ച ഏക്താ യാത്രയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പഠിക്കുക എന്നതായിരുന്നു രാജീവ് ജോസഫിന്റെ ലക്ഷ്യം. 1991-92 നടന്ന ഏക്താ യാത്രയുടെ മുഖ്യ സംഘാടകൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. LK അദ്വാനി അടക്കം BJPയുടെ ബഹുഭൂരിപക്ഷം ദേശീയ നേതാക്കന്മാരും ഏക്താ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഈ യാത്ര ഭോപ്പാൽ നഗരത്തിലെത്തുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്ന പേരിൽ പ്രസ് ID കാർഡോ മറ്റ് രേഖകളോ ഇല്ലാതെ ഭോപ്പാലിലെ സ്വീകരണ സമ്മേളനത്തിലെ മീഡിയ ഗാലറിയിലെത്തുവാൻ സാധിക്കുമോ എന്നതായിരുന്നു രാജീവ് ജോസഫിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തന ദൗത്യം. രാജീവ് ഗാന്ധിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഏക്താ യാത്രയ്ക്ക് കനത്ത പോലീസ് സെക്യൂരിറ്റി സംവിധാനമായിരുന്നു അപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി സുന്ദർലാൽ പട്വ ഭോപ്പാലിൽ നടപ്പിലാക്കിയിരുന്നത്. മധ്യപ്രദേശ് ഭരിച്ചിരുന്നത് BJP ആയിരുന്നതുകൊണ്ട് BJPയുടെയും RSSന്റെയും സെക്യൂരിറ്റി സംവിധാനങ്ങൾ പോലീസിനേക്കാളും ശക്തമായിരുന്നു. എന്നാൽ സകല സെക്യൂരിറ്റി സംവിധാനങ്ങളെയും മറികടന്ന് സമ്മേളന നഗരിയിലെ മാധ്യമ ഗാലറിയിൽ രാജീവ് ജോസഫ് എത്തിച്ചേർന്നു. പ്രസ് ID കാർഡോ ഒരു പേനയോ എന്തിനു പറയുന്നു ഒരു പേപ്പർ പോലുമില്ലാതെ സ്റ്റേജിന് തൊട്ടു മുന്നിൽ സീറ്റ് ഉറപ്പിച്ച രാജീവ് അടുത്തിരുന്ന പത്രക്കാരിൽ നിന്നും പേനയും പേപ്പറും കടം വാങ്ങിയാണ് റിപ്പോർട്ട് എഴുതിയത്. പരിപാടി കഴിഞ്ഞ പാടെ സ്റ്റേജിൽ കയറി നേതാക്കളെ കാണുവാനും രാജീവ് ജോസഫിന് സാധിച്ചു. രാജീവ് ഗാന്ധി വധം നടന്നിട്ട് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഏക്താ യാത്രയുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളും പരിപൂർണ പരാജയമാണെന്ന രാജീവ് ജോസഫിന്റെ ലേഖനം മംഗളം പത്രം പബ്ലിഷ് ചെയ്യാതിരുന്നത് പ്രസ് ID കാർഡ് ഒന്നുമില്ലാതെ സ്റ്റേജിന് തൊട്ടടുത്ത് മീഡിയ ഗാലറിയിൽ രാജീവ് എത്തിയെന്ന് മംഗളം മാനേജ്മെന്റ് വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ്. ഭോപ്പാൽ പരിപാടിയുടെ ദൂരദർശൻ വാർത്തകളും പരിപാടിയുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പരിശോധിച്ചാൽ രാജീവ് ജോസഫ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമാകും. രാജീവ് ജോസഫിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇതുവരെ സൂചിപ്പിച്ചത്. പുസ്തക ലോകത്തും പത്രപ്രവർത്തന രംഗത്തും രാജീവിനുള്ള വൈഭവം മനസ്സിലാക്കിയ ഗൾഫ് ടുഡേയുടെ ചീഫ് എഡിറ്റർ PV വിവേകാനന്ദ് സമാനതകളില്ലാത്ത അന്വേഷണ ദൗത്യങ്ങളാണ് 1996 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ രാജീവ് ജോസഫിനെ ഏൽപ്പിച്ചിരുന്നത്. ആ ചരിത്രങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ പറയാം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റ് ബോക്സിൽ എഴുതുക. റിപ്പബ്ലിക്കൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. നന്ദി, നമസ്കാരം.